വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനും പൊന്നു മാത്രമേ ഉള്ളൂ, തിരക്കേച്ച് വേറെ അച്ഛൻ രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. പാവം ചൂടാണ് വെച്ചിട്ട് കുളിക്കാൻ. നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളും സെപ്റ്റി ടാങ്ക് ഇടിഞ്ഞു, അപ്പൊ പുതിയത് പണിതുകൊണ്ടിരിക്കണം. അപ്പൊ പണിക്കൊരാളുണ്ടായിരുന്നു, അത് കുഴിക്കാൻ. അപ്പൊ അതിന്റെ ഹെൽപ്പറായിട്ട് നമ്മുടെ അച്ഛനായിരുന്നു. രാവിലെ തുടങ്ങിയ പണിയാണ്. ഇന്ന് എന്തായാലും അച്ഛന് നല്ല മേലും കൈവേനും കാര്യം കുറെ നാളായിട്ട് അനങ്ങാത്ത ശരീരം ഒന്ന് ഇണക്കിയിട്ട് പാവം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ആകെ മണ്ണില് ചെളിയില് മുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ചൂടുള്ള വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചേരം അച്ഛനോട് കുഞ്ഞു കുഞ്ഞു ഹെൽപ്പിന് ചെറിയ ഹെൽപ്പുകൾക്ക് ഞാനും നിന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേ കുഞ്ഞിയോളെ കുളിപ്പിച്ച് ഞാൻ കുളിച്ചു വന്നതേ സമയം എത്രയെന്നറിയോ? എത്ര മണി? 5:15. ഇത് വേറെ സ്ഥിരമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പരാതി പറഞ്ഞു. നമ്മളെ അവസ്ഥ ഇതാണ്. കാരണം ഇപ്പൊ വീട്ടില് ഇങ്ങനെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഈ ടൈം. അപ്പൊ പിന്നെ എഡിറ്റ് ചെയ്ത് വരുമ്പോ ലൈറ്റ് ആവുന്നതാണ്. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ടൈം ഇവിടെ ഇഷ്ടമില്ല എന്നിട്ടല്ല. അതെന്താ വെച്ചാൽ ഉണ്ണോളുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന് നിർത്താൻ പറ്റും. ഉണ്ണോളുള്ള എല്ലാ വീട്ടിലുള്ള എല്ലാ വീട്ടമ്മമാർക്കായാലും ഇപ്പൊ ചേച്ചിമാരുടെ മക്കളുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലെന്തായാലും ഉണ്ണോളില്ലാണ്ടിരിക്കില്ലല്ലോ ചേച്ചിമാരുടെ മക്കളല്ലേ നിങ്ങളുടെ വീട്ടിൽ. അപ്പൊ അവരെ കാര്യമല്ല, അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിതിന്റെ മുന്നിലേക്ക് വേറെ വീഡിയോ എടുക്കാൻ. പിന്നെ സത്യം ഭയങ്കര നിരാശയുണ്ട് കേട്ടോ. ഇല്ലാണ്ട് നമുക്കിപ്പോ ഭയങ്കരമായിട്ട് വ്യൂസ് കുറവല്ലേ. അപ്പൊ സത്യം പറഞ്ഞ് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു അപ്പൊ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. എന്താ വെച്ചാൽ എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്താലും ഒരു വിവേഴ്സില്ലാണ്ടാകുമ്പോ നമുക്കൊരു നിരാശയില്ല. നമ്മൾ ചെയ്ത പണിക്ക് പ്രതിഫലം ഇല്ലാത്ത ഒരു അവസ്ഥയാകുമ്പോ നമുക്ക് നിരാശയില്ല. എന്നിട്ട് നമ്മളുള്ള സബ്സ്ക്രൈബ്സിന് കണ്ടാൽ മതി, കൂടുതൽ കണ്ടാൽ മതി പോലെ ഉള്ള നമ്മുടെ 64 സബ്സ്ക്രൈബ്സാ 64 സബ്സ്ക്രൈബ്സ് അവര് നമ്മൾ അതിന് കൂടുതൽ കാണണമെന്നുള്ള അതിമോഹ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഉള്ളവരില് പകുതിയെങ്കിലും കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പോ നമ്മൾ ഈ പണി തിരക്കാൻ നമ്മൾ സമയം കറക്റ്റായിട്ട് വെക്കുന്നതാണ്. എന്നിട്ട് തലേദിവസം വീഡിയോ. ഇപ്പൊ ഇന്നേക്കുള്ള വീഡിയോ എന്നാണ് എടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ട് വെച്ചിട്ട് രാവിലത്തെ 2 ഇഡ്ഡലി കഴിച്ച് നിൽക്കണം. ഇന്ന് ഇഡ്ഡലിയും കുറവായിരുന്നു. എന്താ വെച്ചാൽ ഇന്നലത്തെ മാവിന്റെ ബാലൻസ് വെച്ചിട്ടാണ് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയത്. വേറെ അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യലോ. അപ്പൊ എല്ലാവർക്കും സത്യം വയറുന്ന് അറിയിട്ടില്ല. 2 കുഞ്ഞിഡ്ഡലികളാണ് എല്ലാവരും കഴിച്ചിട്ട് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ അച്ഛൻ 2 ഗ്ലാസ് ചായയും ഒരു 2 പുൾസയും കഴിച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. വിശന്നിട്ട് വയ്യ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ വേറെ അപ്പൊ ഞാൻ കാണിച്ചുതരാം എന്താന്ന്. കണ്ട എത്ര സാരി നേരത്തെ സാരി 1 2 3 4 5 പിന്നെ 6 7 8 9 10 11 ഇവിടെ 12 സാരിയാണ് നമ്മൾ സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ 12 സാരി ചലഞ്ച് വീഡിയോ ആണ്. എന്നും ഭക്ഷണം ചലഞ്ച് വീഡിയോ ചെയ്യുമ്പോ ബോറടിച്ചില്ലേ. അപ്പൊ നമ്മൾ ഇതും ഒരു ചലഞ്ച് വീഡിയോ ആണ്. എന്താ വെച്ചാൽ നമ്മള് പൊന്നിന് എത്ര സമയം വേണം? 15 മിനിറ്റ് ടൈമാണ് നമ്മൾ പൊന്നിനോട്. ഈ 15 മിനിറ്റിൽ പൊന്നു എത്ര സാരി ഉടുത്തിട്ട് വരും എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ പൊന്നു അതിന്റെ അടിക്കുള്ള അടിപ്പാവാട് ഇട്ടുണ്ട്, ജാക്കറ്റ് ഇട്ടുണ്ട്, ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവളുടെ ജാക്കറ്റ് ഒക്കെ ബാക്ക് ഓപ്പൺ ആണ്. അപ്പൊ ഈ എല്ലാ സാരിക്കും ജാക്കറ്റ് ഊരി ഇടാന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ പൊന്നു ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഉണ്ട്. അപ്പൊ ഏകദേശം അവള് തരികടയാണ്. അവൾക്ക് ഉടുക്കാൻ എളുപ്പമുള്ള കുറച്ച് സാരികളാണ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഷിഫോൺ കോട്ടനും കയറുന്നില്ല. അപ്പൊ പൊന്നു 15 മിനിറ്റിനുള്ളിൽ എത്ര സാരി ഉടുത്തു വരും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ചലഞ്ച് വീഡിയോ തുടങ്ങിയാലോ? ഓക്കെ ടൈം ബ്ലാക്ക് ഈ ബ്ലാക്ക് ഷിഫോൺ ഗോൾഡൻ ഫസ്റ്റ് ഈ സാരി ഞാൻ തുടങ്ങണേ കേട്ടാ. ഈ സാരി അയച്ചാൽ ഞങ്ങൾക്ക് ഒരു 5-6 വർഷം പഴക്കമുള്ള സാരിയാണ്. അത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ബാക്കിയുള്ള സാരികളെ കുറിച്ചൊന്നും പറയില്ല, കാരണം നമുക്ക് ടൈം ഇല്ല. ഇത് 40 മീറ്റർ 40 രൂപയുടെ തുണി വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത സാരിയാണ് അല്ല. അപ്പൊ അത് പൊന്നു എടുത്തിട്ട് വരും. എങ്ങനെയുണ്ട് എന്താന്ന് നോക്കാം. അപ്പൊ പറയാം. അപ്പൊ നോക്കിയാൽ നമുക്ക് സമയം സ്റ്റാർട്ട് ചെയ്യാം.
റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമയം കറക്റ്റില്ല കാണുന്നു. പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാൽ എന്ത് സമയം എനിക്ക് കറക്റ്റല്ല. എന്താണ് സമയം കാണുന്നത്? എത്രത്തോളം പൊന്നെടുത്ത് വരും എന്ന് നമുക്ക് അറിയാം. നോക്കി നോക്കാം. സാരിയുടെ സ്റ്റാൻഡൊക്കെ നമുക്ക് മാറ്റിയിടാം. ഇത് ഞാൻ പിടിക്കാനില്ല. നമ്മളിതിലെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഇപ്പൊ പ്രത്യേകിച്ച് കള്ളത്തരം ഉണ്ടായിട്ടില്ല. അപ്പൊ പൊന്നു എപ്പോ എടുത്ത് വരും നോക്കാം. ഓരോ സാരി എടുത്ത് കഴിയുമ്പോ ഞാൻ എന്റെ സമയം കാട്ടിടാം കേട്ടോ. 44 സെക്കൻഡ് ആയിട്ട് ഒരു മിനിറ്റായി. 1 മിനിറ്റ്. 1 മിനിറ്റ്. സൂചി ഒന്നും കൊത്തണ്ട കേട്ടാ. എന്താവോ എന്തോ അറിയില്ല. കുഞ്ഞച്ഛൻ കുളിക്കാൻ വേണ്ടി നോക്കട്ടെ ബാക്കില്. 1.5 മിനിറ്റായേ. അപ്പൊ 1:37 കേട്ടാ. ഒന്ന് കാട്ടെടുക്കുന്ന കാട്ടെടുക്ക്. രണ്ട് മിനിറ്റായേ. 2 മിനിറ്റ്. 2.5 മിനിറ്റായേ. എന്തായാലും അവിടെ പെട്ടെന്ന് സാരി എടുത്തോട്ടെ. ഞാൻ അത്ര പെട്ടെന്ന് വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. 1.5 മിനിറ്റോടാണ് സാരി എടുത്തത്. 12 സാരി കൊടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. അത്ര എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കോട്ടൺ സാരി അവൾ വിട്ടി. ഒരു കോട്ടൺ സാരി അതിൽ കൊണ്ട് വെച്ചു. അത് എളുപ്പമല്ല കൊടുക്കാൻ. പൊന്നാ 3 മിനിറ്റ് ആവണോ? 3 2 3 3 4 ഒന്ന് കാട്ടൽ കൊടുത്തത്. കൊടുത്തത് കട്ടണത് നിക്കുന്ന കേട്ടാ. 1 മിനിറ്റ്. ഇത് വേറൊരു ഫോണിലേക്ക് കൊടുത്തത് കാണിക്കാൻ നല്ല അതാവുള്ളൂ. സമയം സ്റ്റെക്കാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മള് സാരി കൊടുത്തതിനായിട്ട് കണക്കാണ്ട് എന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ സാരി സെറ്റപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സാരി ഞാൻ ഡിസൈൻ ചെയ്താണ്. ഓക്കെ ഓക്കെ. ഇനി സമയം സെറ്റ് ചെയ്തിട്ട് സമയം സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സാരി കൊണ്ടുപോകണം. എന്താ ഇത് ഫുള്ള് കാണിച്ചു തന്നെ. അല്ലെങ്കിൽ പറയും മേൽവശം മാത്രം സെറ്റ് ചെയ്ത് വരികയാണ്. അടിയിൽ ഞെറി കറക്റ്റ് ആയില്ല പറയാം. അതുകൊണ്ട് അവള് കറക്റ്റ് ഞെറി എടുത്തിട്ടാണ്. 3:32. ഭയങ്കര തലവേന. അതൊന്നല്ല ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്തതിന് ഭയങ്കര തലവേന. പിന്നെ അച്ഛൻ എന്താ ചെയ്യണമെന്ന് നോക്കിയ ബാക്കില്. ഞാൻ കിട്ടുകയാണെങ്കിൽ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഉണ്ടാവുമല്ല. അപ്പൊ എന്താ പിന്നെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണല്ലേ. എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും എല്ലാവരും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ കാര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഒരു കാര്യം പറയണത്, നമുക്കൊരു അശ്വതി അച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അഡ്രസ്സില് അശ്വതി ഇതിന്റെ അപർണ ഇതിന്റെ എന്താന്നല്ല. അപ്പൊ ആ കുട്ടി നമുക്ക് കുറച്ച് ഡയറി മിൽക്ക് കൊടുത്തയച്ചു. പിന്നെ നല്ല ഭയങ്കര റോസാപ്പൂവിന്റെ ഒരു ഇത് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഇതുവരെ ഗിഫ്റ്റുകളൊന്നും അങ്ങനെ ഇതുവരെ ആരും അങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ കുണിക്കുമ്പോൾക്ക്
2 3 ഉടുപ്പ് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മൾ ഡിബിൻ നമുക്ക് ആമസോൺ കുറച്ച് സർവീസ് ചെക്ക് 4:30. അപ്പൊ ഇതേ പൊന്ന് സാരി എടുത്ത് അതിമനോഹരമായിട്ടിരിക്കുന്നു. ഈ സാരി നല്ല ഭംഗിയുണ്ട് പൊന്ന. നാട്ടു ജാക്കറ്റിന്റെ പാക്കേജൊക്കെ ഓക്കെ സൂപ്പറായിട്ട്. സമയം തുടങ്ങി 4:30 ആയിട്ട്. ഞാൻ സാരി കൊടുക്കുന്നത് സ്റ്റെക്ക് ആക്കിയിട്ട് നമ്മൾ സാരി എടുത്ത് കാട്ടി തരുന്നതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. 4:30. അഞ്ചു മിനിറ്റ് ആവണു. കൊതു നല്ലോണം കടിച്ച് കുറച്ച് ചോര കുടിച്ച്. കൊതു ആകെ കുറച്ച് ചോരയുള്ള. 5:1 കേട്ടോ. 5:2 5:3 ഇവിടെ തരാം. ഏസായാലും ഉണ്ടായി പിങ്ക്. 5:20 ആവണോ? 5:22 23 26 കമോൺ കമോൺ. അപ്പൊ പൊന്നിന്റെ ഗെയിം അതിമനോഹരമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ പൊന്നോ? അപ്പൊ ഈ ചലഞ്ച് വീഡിയോ എത്ര ആൾക്കാർ ചെയ്തിരുന്നല്ലേ, നമ്മള് വേറെ ഇവിടുന്ന് കോപ്പി ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മനസ്സിൽ നമ്മുടെ വീട്ടിൽ നിന്നിട്ടപ്പോ ഫുഡ് ചലഞ്ച് വീഡിയോ വേണം. പിന്നെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീറ്റയും കൂടിയുള്ളൂ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇത് ഞാൻ പറയാം. പൊന്നു അടുത്ത സാരി എടുത്ത് വന്നിട്ടാണ്. അപ്പൊ പൊന്നു അടുത്ത സാരി എടുത്ത് വന്നിട്ടുണ്ട്. പൊന്നു നാട്ടെ ഈ സാരിക്ക് ഞാൻ മടക്കി വെക്കേണ്ട കാര്യമല്ലേ നമ്മളാണ് നാട്ടെ ബാക്കൊക്കെ നാട്ടെ. ഞാൻ അടുത്തത് പൊന്നു ബ്ലാക്കിലാണ്. ഇത് സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ബ്ലാക്ക് സാരി കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് മുഴുവനാക്കിയില്ല. അറിഞ്ഞില്ല നിങ്ങൾക്ക് തീറ്റയും കൂടിയൊക്കെ ഉള്ളതൊന്നും. സഹോദര സഹോദരി ആരായാലും ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ വേറെ എന്ത് ചെയ്യും? അതും ഞങ്ങളെ പരമാവധി ഞങ്ങളെല്ലാരും ഫാമിലി ആയിട്ട് ചിരിച്ച് കളിച്ച് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ മാത്രം നമുക്ക് വരുമ്പോ പുറത്ത് സത്യം ആ സാധനങ്ങൾ തന്നെ കിട്ടണത് ഞങ്ങൾ കടയിലേക്ക് വിളിച്ചോണ്ട് അവരുടെ നല്ല മനസ്സോടെ കൊടുത്തു തന്നെയാണ് എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റണത്. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6-7 മിനിറ്റ്. അപ്പൊ വേറെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആരും പിണങ്ങരുത്, പരിഭവങ്ങളൊന്നും കാണിക്കരുത്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ വെറൈറ്റി നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ അതിന് മാത്രം സാധനം ഗെയിമിന് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എല്ലാം കിട്ടാത്തോണ്ടാണ്. അപ്പൊ ശ്വാസം മുട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡ് പച്ചെടുക്കാൻ പറ്റും. കളർഫുൾ ആയിക്കോട്ടെ. ബ്ലാക്ക് സൂപ്പർ. അല്ലെങ്കിൽ ഞാൻ സൂപ്പർ അല്ലേ? ഇതിന്റെ പല്ല് കേട്ടാവുന്നുണ്ട്. അപ്പൊ അതേ സമയം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുടിക്കിനെടുത്തോണ്ടാ കുടിക്കിനോട് ഓർമ്മയോടെ വെക്കണോ? അപ്പൊ പറഞ്ഞു തന്നത് അതാണ്. അപ്പൊ നമ്മള് ഇതൊക്കെ ആയിട്ട് നമ്മള് വെറൈറ്റി വീഡിയോകളായിട്ട് വരും. പക്ഷെ അതിന് നിങ്ങളിൽ നിന്ന് പ്രോത്സാഹനം വേണം. എന്നാൽ മാത്രമേ നമുക്കിത് വീഡിയോ നമ്മൾ ഈ ചാനൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആരും കാണാണ്ടാകുമ്പോ നമുക്കൊരു മട്ടിപ്പ് ഇങ്ങനെ വരുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത് പറയാനുള്ളത് ആ കുട്ടി അയച്ചെന്ന റോസാപ്പൂക്കളൊക്കെ വെച്ചിട്ട് അപ്പൊ അത് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ആ വീഡിയോ കയറ്റുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഡയറി മിൽക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പൊ അത് ഞങ്ങൾ നല്ല സ്വാദിഷ്ടമായിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. എനിക്ക് വലിയ 200-300 ഡയറി മിൽക്ക് എനിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് ചെറിയ ഡയറി മിൽക്ക് 10 രൂപയൊക്കെ അത് പിന്നെ ഞാൻ കഴിക്കും. വലുത് എനിക്ക് അങ്ങനെ അത്രയും കഴിക്കാറില്ല. അപ്പൊ ഒത്തിരി അശ്വതി ആണെങ്കിൽ അശ്വതി അപർണ എന്താണ് ഒറിജിനൽ നെയിം എനിക്കറിയില്ല കേട്ടാ. 8 മിനിറ്റ് കേട്ടാ. അപ്പൊ താങ്ക് യു അശ്വതി അച്ചു എന്നാണ് അക്കൗണ്ടിന്റെ ഒരു കുട്ടി അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഒത്തിരി താങ്ക്സ്. നമ്മൾ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് അങ്ങനെ അയച്ചു തന്നതില്.
മുട്ട് വിളിക്കട്ടില്ല. എത്ര ഫിനിഷിങ് ഉണ്ടാ പിന്നെ നാട്ടെ ബാഗൊക്കെ ശരിയാണ് എടുത്തുണ്ടോന്ന് അറിയണ്ട, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് വെറുതെ വെച്ചാൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും 8:30 8:30. അപ്പൊ എല്ലാവരും എന്ത് ഈ മുടിയൊന്നും ഇങ്ങനെ മുടി ഇല്ലാത്തോണ്ടാണ്. പക്ഷെ കുറച്ചുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തീരെ തിക്കാതെ ഇങ്ങനെ ഇടുമ്പോഴേ പിന്നെ ഭയങ്കര മുഖത്തിനൊരു സുഖമില്ല. അതുകൊണ്ടാണ് ഉള്ള കുറച്ച് മുടി ഇങ്ങനെ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടാ. അപ്പൊ അത് വേറെ ആരും ഇതുപോലെ ഒരിക്കലും കമന്റ് വന്നിട്ടുണ്ടാവും മുടി കുറെ ഉണ്ടല്ലോ ഇങ്ങനെ ആക്കി വെക്കാന്ന്. കുറെ ഉണ്ടെങ്കിൽ കശ്മീരി ഇതുപോലെ തയ്ച്ചിട്ടാ മതി. ഇതിന് വെറുതെ കൊട്ടക്കെട്ട് കെട്ടിയില്ലെങ്കിൽ ഇത് കൊട്ടക്കെട്ട് കെട്ടാനും ഇല്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്താ ഇനി എന്താ പറയാനുള്ളത്? എന്തായാലും 9 മിനിറ്റ് ആയി. 15 മിനിറ്റാണ് പൊന്നോ. ഇനി പൊന്നിനെ നോക്കി 1 2 3 4 5 സാരി എടുക്കാണ്. 9 11 9 12 13 14 15 16. അതെ പൊന്നു അടുത്ത ബ്ലാക്ക് സാരി എടുത്ത് അതിമനോഹരമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് എത്ര വർഷം പഴക്കണ്ട് പൊന്നി സാരി? ചിരിച്ചേട്ടന്റെ കല്യാണത്തിന്റെ 10 വർഷം. 10 വർഷം പഴക്കമുള്ള സാരിയാണ് അമ്മയുടെ. പൊന്നു ലൈഫിൽ ആദ്യമായിട്ട് കൊടുത്ത സാരി തന്നെയല്ല പിന്നെ ക്ലാസ് സ്കൂളിൽ ഒരു ഇതില്ലേ ബാഗൊക്കെ കേട്ടെ. എന്താ മൊത്തം കാണിച്ചോ? ഒന്ന് തിരിയടോ. മേലെ ഇറങ്ങാത്തൊരു സാധനം. വീണ്ടും സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 9:21. പൊന്നു ഓടിയിട്ടുണ്ട്. പൊന്നു പൊന്നു കമോൺ കമോൺ. അച്ഛനതാണ് കൊടുത്തോണിയാ. ഇവിടെ കുടുക്കനും കുണിക്കും ഉറക്കൂല്ല. ഒന്ന് ഉറങ്ങിയ നേരത്തെ നമുക്ക് വീടെടുത്ത് അവർക്ക് ഉറക്കൂല്ല. എന്തുട്ടാ തലവേദന ഉണ്ട്. തലവേദന കുളിയ വേണ്ടിയെന്ന് തോന്നുന്നു. ഉറക്കം വരുന്നുണ്ട്. ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. രാത്രിത്തെ ഫുഡ് കഴിക്കണ നേരത്തെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോകണം. പത്ത് 11 പൊന്നു 10 14 10 4 10 16 17 18. അപ്പൊ അടുത്ത സാരി എടുത്ത് പൊന്നു വന്നിട്ടുണ്ട്. അതൊന്ന് ഭംഗിയിൽ ഇങ്ങനെ ആക്കടേ. ഇത് എത്ര വർഷം പഴക്കുണ്ട്? 5-6 വർഷം. ഭയങ്കര ഇഷ്ടമുള്ള സാരിയുടെ അവസ്ഥ. ഇതൊന്ന് ഇസ്ത്രീയിൽ പെട്ടു. ഇസ്ത്രീ ചെയ്യുമ്പോ പുതിയതിൽ തന്നെ ജസ്റ്റ് ഒന്ന് പെട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര വിഷമം. വന്നാലും ഞാൻ കളയില്ല എന്നുള്ള വാശിയിലാണ് ഈ സാരി. ഇതിന്റെ നിറം ഇല്ല നോട്ടെ നോട്ടെ. ജയലക്ഷ്മി എന്നൊരു സാരിയാ. നോട്ടെ നോട്ടെ. വാ. അപ്പൊ നമ്മള് സെയിം ടൈം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. പൊന്നു ഓടിയിട്ടുണ്ട്. സത്യം പറഞ്ഞതിൽ നമ്മൾ കള്ളത്തരൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മള് കറക്റ്റ് വെച്ച് തലച്ചിട്ട് 10:31. പത്ത് 45 46 47 48 ആയി. വേഗം വെറും 3 സാരി കിടക്കുന്നുണ്ട്. 11 11 4 ആയാ. അപ്പൊ സ്റ്റെക്കാക്ക കുറച്ച് കഴുകി ഞെറിയാണ്ട. ഇങ്ങനെ സാരി മുന്താനം എടുക്കുമ്പോഴേക്കും ഞെറിഞ്ഞിട്ടില്ലാന്ന്. പക്ഷെ
ഓണാക്കിട്ടാണ് താമസാണ്. ഒരു 5 മിനിറ്റ് ഫാക്ടറി ഇട്ടാ നല്ല ചൂടെടുക്കുന്നുണ്ട്. വേഗം റോക്കറ്റും കൂടെ വന്നിട്ട് എന്താ കുടിക്കേ എന്താ 12 പാവൂട്ടാ 12 ഇപ്പാവോ 12 ഇനി 2 സാരി പന്ത്രണ്ട് 24 36 38 അവിടെ നടന്ന് കളിക്കുന്നുണ്ട്. മറന്നു റെഡിയാക്കാൻ കുഞ്ഞിനെ ചെയ്ത് വീഡിയോ ഓണാക്കാനുള്ള ടൈം. നമ്മൾ ടൈമിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നാക്കല്ല. 13 തോറ്റഴിഞ്ഞ ഒന്നല്ലേ ഒരു പച്ചമുളക് തിരിഞ്ഞ് ജയിച്ച ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ജയിച്ച 2000 രൂപ. 10 2000 രൂപ. ജയിച്ച 2000. തോറ്റഴിഞ്ഞ ഒരു പച്ചമുളക് അടിച്ചിടണം. അയ്യോ 14 പാവേ 14 പാവേ. ഓക്കെ തിരിഞ്ഞ് കൊടുത്തോന്ന് പറയാൻ വേണ്ടിട്ട് ഓടാ അയ്യോ പൊന്നു എത്ര നീ തോൽക്കുടി 12 15 തോൽക്ക് പന്ന കാലായി ഇതപ്പാരോ സെക്കൻഡുകളോ വെറും നിനക്ക് 20 21 22 23 60 കഴിഞ്ഞ കഴിഞ്ഞു. 24 25 26 27 28 29 30 31 32 33 34 35 36 37 കഴിഞ്ഞു. സമയം കഴിഞ്ഞു. 58 ആണത്. അറുപത് നോക്കുമ്പോ അവിടെ പിന്നിലുണ്ടായിരുന്നു. അപ്പൊ എന്തായി നാട്ടിലൊന്നും മുറിച്ചിരുന്ന തുണികൾ ഞെറി കൂടുതലോ അത് പെട്ടത്. നിങ്ങൾക്ക് സാരി നോക്കിയാൽ മതിയോ? അവൻ ഞെറി കൂടുതല. അതെന്താ എന്റെ സാരികളൊക്കെ ഞാൻ മുറിച്ചെടുക്കുന്ന സാരികൾ. അതില് ഭൂരിപക്ഷം ഒരു കരിനീല, ഒരു റോസ്, ഒരു ഗോൾഡൻ, പിന്നെ പച്ച, പിന്നെ പിന്നെ ഏതാ പിന്നെ ഏതെന്നാണ് അതൊക്കെ 5-6 മീറ്റർ ഉണ്ട്. വലിയ സാരി ഞാന് മുറിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് കഴിക്കാതാ. അപ്പൊ ഞെറിയെടുക്കാതെ കുറച്ച് താമസമായിട്ട് പൊന്നിന് ഇങ്ങനെ പൊന്നിനെ ഒപ്പിച്ച് ശരിക്കും നിൽക്കണേ. ജീവിലാത്തത് നിൽക്കും.
ഇത് ഇവിടെ തിരിച്ചിരിക്കാൻ സാരി മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൊന്നു ഈ സാരി മുടുത്ത് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ഫാൻ ഇട്ടിട്ട് ശബ്ദത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഓഫ് ചെയ്യാൻ മറന്നുട്ടാ. അപ്പൊ ആരും ഞങ്ങളെ കയറി കൊല്ലരുത്. കറക്റ്റ് 15 പറഞ്ഞപ്പോ അവിടെ എത്തിണ്ടായിരുന്നു എന്റെ പിന്നാലെ അല്ലേ. ഉടുത്തതൊക്കെ കറക്റ്റാണ് അല്ലെ. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്റെ സാരികളൊക്കെ മുറിച്ച് മേടിക്കണം. എന്താ ഞാൻ പറയാം. ക്യാഷ് പ്രൈസ് വേണം. ചിക്കൻ മേടിച്ചമ്മ കഴിഞ്ഞ ആഴ്ച ബീഫും ചിക്കനൊക്കെ നമ്മള് അതല്ല എന്തിട്ട് ശരിയാക്കിട്ടോ. ഇങ്ങനെ നോക്കി നീ അപ്പൊ ഞാൻ പേടിപ്പിച്ചു. അതിനകത്ത് ആൾ കൊടുക്ക കുറച്ച് വൈകിയത് അല്ലെങ്കിൽ കറക്റ്റ് തീരുന്നത് അമ്മ പേടിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഈ ഗെയിമിന് പൊന്നു വിജയിക്കാൻ. അപ്പൊ പൊന്നിന് നമ്മളേക്ക് പ്രൈസ് ആയിട്ട് ഒരു മോതിരാണ് കൊടുക്കുന്നത്. അപ്പൊ പൊന്നിന് ഞാനൊരു മോതിരം പ്രൈസ് ആയിട്ട് കൊടുക്കാണ്. എന്താ ദിവസം കാട്ട് എന്റെ മോള്. അപ്പൊ അമ്മയുടെ മോൾക്ക് എല്ലാരും ഗോൾഡാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഇതും ഒരു 3-4 വർഷം പഴക്കമുള്ള മോതിരമാണ്. 3 വർഷം. അപ്പൊ ആ കൊടുത്തു. എന്താ ദിവസം? ഇന്ന് വെള്ളിയാഴ്ച അല്ലെ. വെള്ളിയാഴ്ച സന്ധ്യനകത്ത് നേരത്തെ സ്വർണ്ണം വരാൻ പാടില്ല. അതുകൊണ്ട് മേടിച്ചിട്ട് നമ്മള് ഹിന്ദുക്കള് വെള്ളിയാഴ്ച സന്ധ്യനകത്ത് വെള്ളിയും ജീവി സ്വർണ്ണം നേരത്തെ വരാൻ പാടില്ല. മഹാലക്ഷ്മിയാണ്. അതുകൊണ്ടാണ്. അപ്പൊ അന്ന് നമ്മളതിന്റെ പേര് കൊണ്ടുവന്നു. അപ്പൊ കുറച്ചേരം ഉടുത്ത് വരെ കുറച്ച് ലൈറ്റ് ആവുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഈ സാരി എന്നൊക്കെ നമ്മൾ സാരി ഇട്ട് മേടിക്കണം. അപ്പൊ അതിന്റെ ജാക്കറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു 4-5 ചെറിയൊക്കെ കിട്ടത്തുള്ളൂ. അത് അതില് ഒരു ഗോൾഡനും പച്ച ബ്ലാക്ക് കരിനീല പിന്നെ വേറെ സാരി നമ്മൾ റെഡിമെയ്ഡ്. പക്ഷെ അതിന്റെ ചില സാരികളുടെ ജാക്കറ്റ് ഞാൻ വെട്ടാറില്ലെങ്കിൽ ചില സാരികള് പ്ലെയിൻ ഉള്ളതാകുമ്പോ സെയിം അതുപോലത്തെ ജാക്കറ്റ് ഇഷ്ടം. ഒരു നീല പട്ടിന്റെ ഉണ്ട്, കരിനീല പട്ടിന്റെ ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് നീലും കരിനീലും. അതൊക്കെ 6 മീറ്ററോളത്തോളം സാരി ഉണ്ട്. അപ്പൊ അത് ഞേറി പൊന്നിനാകുമ്പോ ഒത്തിരി ഞേറി. അപ്പൊ അത് ഇടാനാണ് ഇത്ര ടൈം ഇതായത് കേട്ടാ. എന്നാലും നമ്മുടെ പൊന്നു 15 സാരിയൊക്കെ ഈ പ്രായത്തിലും സാരി ഉടുത്ത് പെർഫെക്ഷൻ ആയിട്ട് വന്നു. അപ്പൊ താങ്ക് യു. അങ്ങനെ നമ്മുടെ ഈ ഗെയിം വിജയകരമായി പൂർത്തീകരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ ഒരു ചലഞ്ച് വീഡിയോ ആരും എടുത്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ആരും അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാതെ പൊന്നിന് ഇതിലേത് സാരി ആയിരുന്നു ഭംഗിയെന്നും കമന്റ് ചെയ്യണം. പൊന്നിന്റെ ശത്രുക്കളോടല്ല മിത്രങ്ങളോട് മാത്രമാണ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ പൊന്നിനെ കയറി നെഗറ്റീവ് പറഞ്ഞ് കൊല്ലരുത്. ദൈവം സഹായിച്ചില്ല പൊന്നു. പൊന്നിന് പോസിറ്റീവ് തരുന്ന എല്ലാവരും പൊന്നിന് ഏത് സാരിന്ന് ഭംഗിന്ന് കമന്റ് ചെയ്യുക. അപ്പം അതാവണല്ലോ അമ്മയെക്കാളും എഴുതാവണം മക്കള്. അപ്പൊ എന്താ ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോട് മാത്രമേ കാര്യമില്ല. ഞങ്ങളുടെ വീഡിയോകൾ വരുമ്പോ ഒന്ന് കാണാൻ ശ്രമിക്കും വേണം അല്ലെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, വീഡിയോകൾ കാണണം. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. ബൈ. എന്റെ എത്ര ടൈമത്തെ യുദ്ധം കാണണ യുദ്ധക്കളമാണിത്.